1% അഡീഷണൽ ബോറോയിച്ചിട്ടുണ്ടെങ്കിൽ 6000 കോടി വായ്പ കിട്ടിയാൽ അത് കിട്ടില്ല. Am I right? Right? 6,000 crores. ആരാ ഇതിന് ഉത്തരം പറയാം? കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്തെ കൺസോളിഡേഷൻ മുന്നോട്ട് പോയിരുന്നെങ്കിൽ നമുക്ക് ഈ വർഷം നമുക്ക് 6000 കോടി രൂപ അഡീഷണൽ വായ്പ കിട്ടിയ. നോ, നിങ്ങൾക്കതില്ല. ഇനി പെട്ടെന്ന് ഭാവിയിലേക്ക് നോക്കുമ്പോൾ എന്താ പ്രശ്നം? അപകടമാണ്. ഈ വർഷം, കഴിഞ്ഞ വർഷം 4000 കോടി രൂപ ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടി, കമ്മി നികത്താന്നും പറഞ്ഞ് കിട്ടി. ഈ വർഷം 3000 കിട്ടും, അടുത്ത വർഷം 2000, പിന്നെ ഇല്ല. സോ ദ ഡെഫിസിറ്റ് ഗ്രാന്റ് ഈസ് ടേപ്പറിങ് അവേ. 2, ലോക്കൽ ബോഡീസിന് ഒരു പുതിയ ഫിനാൻസ് കമ്മീഷൻ വന്നിട്ടുണ്ട്. ഞാൻ ചെയ്യുന്ന ആരും എപ്പോഴും എഴുതുന്നത് ഇപ്പോഴത്തെ പ്ലാനിലും അതിനേക്കാൾ ഒരു 30% കുറവ് വെച്ചിട്ടുണ്ട്. അത് അഡീഷണൽ കൊടുക്കാമെന്നൊരു കമ്മിറ്റ്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ബഡ്ജറ്റ് താങ്ങാൻ പറ്റും. ബട്ട് ദാറ്റ് ഈസ് വൺ ഇഷ്യൂ അഹെഡ് ഓഫ് us. 3, ശമ്പള പരിഷ്കരണം നടന്നു, പക്ഷേ അതിൻ്റെ അരിയേഴ്സും പലിശ സഹിതവും അടുത്ത വർഷം കൊടുക്കേണ്ട. അതുകൊണ്ട് ആ വർഷം കൂടെ കുത്തനച്ച് കയറുന്നു. സോ ദാറ്റ് ഈസ് അനദർ ഡേഞ്ചർ ലൂമിങ് ഹെഡ്. ഇനി നമ്മൾ പണ്ട് വാങ്ങിയ കടമല്ല, അതിൻ്റെ തിരിച്ചടവിൻ്റെ മെച്യൂരിറ്റി പീരീഡ് കഴിയുകയാണ്, തിരിച്ചടവ് വരെയാണ്. സോ ഇനിമേലും നമ്മൾ ഒരു 1300 കോടി രൂപ വായ്പ എടുക്കുന്നതെന്ന് ഓരോ മാസവും റീപേയ്മെൻറ്റ്. പക്ഷേ 20,000 കോടി രൂപ വായ്പ കിട്ടുമ്പോൾ അതിൻ്റെ പാതിയിലേറെ റീപേയ്മെൻറ്റ് പോകും, കയ്യിലേക്ക് 6000 വരത്തുള്ളൂ, 7000 8000 കോടിയേ വരത്തുള്ളൂ. നിങ്ങളുടെ വായ്പ ആക്സസ് ഗണ്യമായിട്ട് കുറയും. പിന്നെ ഈ ബാക്കിയുള്ള കാര്യങ്ങൾ പേഴ്സണലി മൂർച്ഛിച്ച് വരുന്നതിൻ്റെ എല്ലാം. സോ ഇറ്റ്സ് എ വെരി ഡേഞ്ചറസ് സിറ്റുവേഷൻ. സോ വാട്ട് ഈസ് എ സ്ട്രാറ്റജി ഔട്ട് ദ ക്വസ്റ്റ്യൻ? ആ സ്ട്രാറ്റജി വരാൻ പോണ ബഡ്ജറ്റിലായിരിക്കും പൂർണ്ണമായിട്ടും റിവീൽ ചെയ്യുക. ബട്ട് ഫ്രം ദിസ് കാരണം കണ്ടുപിടിച്ചാൽ പിന്നെ അതിനുള്ള പരിഹാരം, റെക്ടിഫിക്കേഷൻ, ആ കാരണങ്ങൾ ഇല്ലാതാക്കലാണല്ലോ. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഒന്ന് എക്സ്പെൻഡിച്ചർ മാനേജ്മെൻറ്റ്. ഞാൻ പറഞ്ഞില്ലേ, പദ്ധതിതര ചെലവ് മൈനസ് സാലറി, ഇൻട്രസ്റ്റ്, പെൻഷൻ, അത് കർശനമായിട്ട് ചെയ്യും. പാവങ്ങൾക്ക് കൊടുക്കാനുള്ള പെൻഷന് കുറവുണ്ടാവില്ല, റേഷൻ വിപുലീകരിക്കും, കാരുണ്യമല്ല അതിൻ്റെ അപ്പുറത്തേക്കുള്ള സ്കീമിലേക്ക് പോകും, അതിനൊന്നും തടസ്സം ഉണ്ടാവില്ല. പാവങ്ങൾ പണിയെടുക്കണം, കയറ്, കശുവണ്ടി, കൈത്തറി, മത്സ്യം, ആദിവാസികൾ, ഇവിടെയൊക്കെ നേരത്തെ കൊടുത്തതിൻ്റെ ഇരട്ടി കൊടുക്കാനാണ് പോകുന്നത് ഔട്ട്ലേ. പക്ഷേ ഈ പറഞ്ഞ ഉണ്ടല്ലോ കമ്പോണൻ്റ്, തൽക്കാലത്തെ കാര്യങ്ങൾ നന്നാവുന്നവരെ നമുക്ക് പുതിയ സ്ഥാപനങ്ങൾ, പുതിയ തസ്തികൾ, ഇതൊക്കെ മിതത്വം പാലിക്കേണ്ടി. അതർവൈസ് കൊളാപ്സാണ്. ഗവൺമെൻറ് കനോട്ട് ഫങ്ഷൻ. 2, വേറെ വഴിയൊന്നുമില്ല, റവന്യൂ കൂട്ടിയേ പറ്റൂ. സീമിംഗ്ലി ഇമ്പോസിബിൾ ചലഞ്ച്. നിങ്ങൾ ഫിഗർ ഇവിടെ എഴുതിയില്ല. സം 20-25%, 10% ഇപ്പോൾ. ഇത് ഈ പ്രതിസന്ധിയിൽ നിന്ന് കടയണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യമൊക്കെ 20 പറഞ്ഞുകൊണ്ടിരുന്നത്. നോ, ടാക്സ് റവന്യൂ വിൽ ഹാവ് ടു ഗ്രോ 20-25%. ഈ കഴിഞ്ഞ 5 വർഷത്തെ നികുതി വെട്ടിപ്പൊക്കെ നടത്തിയുടെ ലാക്സിറ്റി ഇല്ലേ, അത് പിരിക്കേണ്ടി വരും, എന്നാലേ 2025 വരും. ആൻഡ് ദ ബഡ്ജറ്റ്, അതിനുള്ള രീതികൾ എന്ത്, പുതിയ ഇനീഷ്യേറ്റീവ്സ് എന്ത് എന്നുള്ളതൊക്കെ റിവീൽ ചെയ്യും. 2025 വെച്ച് നമുക്ക് അടുത്ത 2 വർഷം വർദ്ധിക്കാൻ കഴിഞ്ഞാൽ ദെൻ വി സ്റ്റെബിലൈസ്. പക്ഷെ ഇങ്ങനെ സ്റ്റെബിലൈസേഷൻ നടക്കുന്ന വരെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ സ്റ്റെബിലൈസ് ചെയ്ത് ബഡ്ജറ്റിൽ നിന്ന് മിച്ചമുണ്ടായി അത് ക്യാപിറ്റലിന് മുടക്കാം, മൂലധന ചെലവ് നടത്താം. അങ്ങനെ കാത്തിരുന്നു കഴിഞ്ഞാൽ കാത്തിരിക്കാൻ കേരളത്തിന് പറ്റത്തില്ല. കാരണം
റിസഷൻ സെറ്റിൻ ചെയ്യാണ്. ഇനി ഗൾഫിൽ പോയിരുന്നവർ തിരിച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഗൾഫ് റവന്യൂ കുറയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ദെൻ ഒരു ഡിസാസ്റ്ററാണ്, എക്കണോമിക് കലാമിറ്റിയാണ്. സോ ദിസ് ഈസ് എ സിറ്റുവേഷൻ വേർ കേരള കനോട്ട് വെയിറ്റ്. കേരളം ഈ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലും മൂലധന ചെലവ് വർദ്ധിപ്പിച്ചേ പറ്റും. ആൻഡ് ഈ ബഡ്ജറ്റ് എങ്ങനെയാണ് മൂലധന ചെലവ് വർദ്ധിപ്പിക്കുക, എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെന്റ് നടക്കുക എന്നുള്ളത് അൺവെയിൽ ചെയ്യും. ഈ പറഞ്ഞ പ്രതിസന്ധിയും പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളും ഒന്നും ഇന്നത്തെ ഈ വലിയ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് കേരളത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇടപെടുന്നതിന് തടസ്സമാകും. എത്ര കുറച്ചാണെങ്കിലും സമാഹരിക്കാൻ കഴിയുന്ന മൂലധനം അത് ബഡ്ജറ്റിൽ നിന്ന് നേരിട്ടങ്ങ് ചിലവാക്കുന്നതിന് പകരം നിങ്ങൾ ആ പണത്തെ ബഡ്ജറ്റിന് പുറത്ത് ഇൻവെസ്റ്റ്മെന്റ് ലിവറേജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. ദാറ്റ്സ് ഇറ്റ്. സർക്കാരിന് ഒരു 100 കോടി രൂപ അല്ലെങ്കിൽ 1000 കോടി രൂപ ഇത്തരത്തിൽ പുറത്തേക്ക് നിക്ഷേപത്തിന് വേണ്ടി എടുക്കാൻ കഴിഞ്ഞാൽ അതുപയോഗിച്ച് നമുക്കൊരു 10,000 കോടി റേസ് ചെയ്യാം. സോ ദാറ്റ്സ് ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള അപ്രോച്ചാണ്. ബട്ട് ഇന്നത്തെ സർക്കംസ്റ്റൻസസിൽ കേരളത്തെ രക്ഷിക്കുന്നതിന് നമുക്കിത് ഒഴിവാക്കാനാവില്ല. സോ ഇതാണ് വരുന്ന പോളിസി ലേ ഡൗൺ ചെയ്യൽ വൈറ്റ് പേപ്പറിൻ്റെ ലക്ഷ്യമല്ലെങ്കിലും certain policy prescriptions are emerging from this discussion. Yes, questions? Anand? ഞാൻ പറഞ്ഞില്ലേ, പ്ലാൻ നോ പ്ലാൻ കട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കുറക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. സാലറി, ഇൻട്രസ്റ്റ്, പെൻഷൻ കുറക്കാൻ പറ്റത്തില്ല. അപ്പം ചെലവ് കംപ്രസ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ബഡ്ജറ്റിൻ്റെ ഒരു 30% ഉള്ളിൽ മാത്രമേ കംപ്രഷൻ പറ്റത്തുള്ളൂ. അത് 30% എന്ന് പറയുന്ന പക്ഷേ 25% ആക്കാൻ, അപ്പുറത്തേക്കാക്കാൻ പറ്റത്തില്ല. ബട്ട് ഇപ്പം നടന്നുകൊണ്ടിരുന്ന പോലെ 26, 27 30 വളർന്നുകൊണ്ടിരിക്കുന്ന 31 പോകാൻ അനുവദിക്കില്ല. അപ്പം എക്സ്പെൻഡിച്ചർ കംപ്രഷൻ എന്ന് പറയുന്നത് പരിമിതിയുണ്ട്. അതുകൊണ്ടാണ് 20-25% ടാക്സ് റവന്യൂ വർദ്ധിപ്പിക്കണമെന്ന് പറയുന്നത്. ദർ ഇസ് നോ ഓപ്ഷൻ. അതെങ്കിലും ചെയ്യേണ്ടി വരും. പടൻ ടഫ് ടൈം ഈ ടാക്സ് റേറ്റ് കൂടും. നോബഡി. കേരളത്തിലെ ഉപഭോക്താവ് ഏത് ഉൽപ്പന്നം മേടിക്കുമ്പോഴും നികുതി കൊടുത്തിട്ടുണ്ട്. കാരണം MRPക്ക് അല്ലേ മേടിക്കുന്നത് നിങ്ങളുടെ എല്ലാ കൺസ്യൂമർ പ്രൊഡക്ട്സും. സ്വർണം മാത്രമാണ് MRP ഇല്ലാത്തത്, ബാക്കി എല്ലാത്തിനും MRP ഇല്ല. ആൻഡ് MRP യു റീഡ് ദറ്റ്, ആ ടെക്സ്റ്റ് എഴുതിയിരിക്കുന്ന നോക്കൂ, MRP ബ്രാക്കറ്റിലുണ്ട് ഇൻക്ലൂസീവ് ഓഫ് ഓൾ ടാക്സസ്, എല്ലാ നികുതിയും ഉൾപ്പെടെ. അപ്പം നിങ്ങളിത് മേടിച്ചപ്പോൾ നികുതി കൊടുത്തിട്ടുണ്ട്, ആ നികുതി സർക്കാരിലേക്ക് വരുന്നില്ലെന്നുള്ള പ്രശ്നം. ടാക്സ് ബോയൻസി കുറയാന്ന് പറഞ്ഞാൽ അങ്ങനെ പിരിക്കപ്പെടുന്ന നികുതി വരുന്നില്ല, ലീക്കേജ് ഉണ്ട്. സോ 2025 എന്ന് പറയുന്നത് എല്ലാ കാലത്തും 2025 വെച്ച് കൂടാൻ പറ്റില്ല. പക്ഷെ 5 വർഷക്കാലത്തെ ഈ ലാക്സിറ്റി ഉണ്ട്, അത് മേക്കപ്പ് ചെയ്യാൻ കഴിഞ്ഞാൽ അടുത്ത 2 വർഷം നികുതി വരുമാനം ഗണ്യമായിട്ട് ഉയർത്താൻ പറ്റും. ദെൻ നമുക്കൊരു 15-ലേക്കും 16-ലേക്കും വന്ന് സ്റ്റെബിലൈസ് ചെയ്യും. എല്ലാ കാലത്തേക്കും പറ്റത്തില്ല. ഇപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ കിട്ടാക്കടമായി കിടക്കുന്നത് നികുതി കുടിശ്ശിക, ഇത് കേസ് ബൈ കേസ് പരിശോധിക്കാൻ പോയണം. ബഡ്ജറ്റ് കഴിഞ്ഞിട്ട് വലിയൊരു എക്സസൈസ് ആയിരിക്കും. എല്ലാ റവന്യൂ റിക്കവറി കേസസ്, കോടതിയിലുള്ള എല്ലാ കേസുകളും ഇത് പരിശോധിച്ച് ഓരോന്നും പരിശോധിച്ചിട്ട് അതിൻ്റെ സാധ്യതകൾ വരായ്മ നോക്കി, ദാറ്റ് വിൽ ബി അവർ ടാസ്ക്. പിന്നെ എല്ലാ കച്ചവടക്കാരുടെയും പുറകെ ഓടുന്നതിന് പകരം ഒരു 16,000 പേരുണ്ട് 85% നികുതി തരുന്നവർ. ആ 16,000 പേരെ മുഴുവൻ ഫുൾ സ്ക്രൂട്ടിനിയാണ്.
ആ തുക പെനാൽറ്റി കൂടി അടക്കമാണ്. അപ്പോൾ പെനാൽറ്റി ഒന്നും വേണ്ട. ഇതിനുള്ള മുഴുവൻ കേസുകളും CIDG പറഞ്ഞത് ചില ഒബ്വിയസ് തെറ്റുകളുള്ളത് മാറ്റിവെച്ച് ബാക്കിയുള്ളവർക്ക് നോട്ടീസ് അയക്കും. ജസ്റ്റ് ഗീവ് ദി ടാക്സ് എന്നിട്ട് പക്ഷെ നോട്ടീസ് അയക്കണം, അസസ് ചെയ്യണം, മേടിക്കണം. അത് CIDG പറഞ്ഞു. സോ വിൽ സ്റ്റാർട്ട് ഡൂയിങ് ദാറ്റ്. പക്ഷേ ഇത്രയും വർഷം കഴിയുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ട്. ബട്ട് വിൽ സ്റ്റാർട്ട് ഡൂയിങ് ദാറ്റ്. എന്തോ ഏതാണ്? Yeah, that's a very good question. Now, അതാണ് ഞാനൊരു പ്രധാനപ്പെട്ട വാചകം പറഞ്ഞത്. ഈ ക്രൈസിസ് കേരളത്തിൻ്റെ ഫിസിക്കൽ ക്രെഡിബിലിറ്റി കളഞ്ഞിരിക്കുകയാണ്. നമ്മളിപ്പോൾ കൊച്ചി മെട്രോയ്ക്ക് അല്ലെങ്കിൽ വേറൊരു ബിൽ പ്രോജക്റ്റിന് വേണ്ടി നിങ്ങൾ വായ്പ എടുക്കാൻ പോകും. ഇപ്പം കിട്ടി, ഈ പ്രയാസമായി തീരും. അപ്പം അതുപോലെ ഇമ്പക്കബിളായിട്ടുള്ള ആളുകൾ നയിക്കുന്ന ഈ പണം കിട്ടുന്നത് ഒരു രീതിയിലും വേറെ കൊണ്ട് ട്രഷറി ഇട്ട് ചിലവാക്കില്ലെന്നൊക്കെ ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്ന ആൻഡ് തേർഡ് ഇതിന് റീപേയ്മെൻറ്റ് ഉണ്ടാവും എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി സർക്കാർ ഗ്യാരണ്ടി അല്ല, സർക്കാർ നിയമപ്രകാരം നികുതിയുടെ എസ്ക്രൂ അക്കൗണ്ട് പോലെ നികുതിയുടെ ഒരു ഭാഗം ഇവർക്ക് കൊടുക്കും എന്നൊക്കെ ഉറപ്പ് നൽകിയിട്ട് മാത്രമേ ക്രെഡിബിലിറ്റി എടുക്കാൻ പറ്റത്തുള്ളൂ. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അല്ല സർക്കാർ ഗ്യാരണ്ടി ചെയ്യുന്നതുകൊണ്ടൊന്നും ആരും വായ്പ വരത്തില്ല. ഐ ഡോണ്ട് വാണ്ട് ടു ഒരു വ്യക്തിപരമായിട്ടുള്ള വിലയിരുത്തലിലേക്കൊന്നും പോകാൻ എനിക്ക് താല്പര്യമില്ല. ഈ ധവളപത്രത്തിൻ്റെ ആദ്യത്തെ പേജിൽ തന്നെ പ്രിഫേസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതാരെയും പേഴ്സണലായിട്ട് മലൈൻ ചെയ്യാനുള്ള എക്സസൈസ് അല്ല. പക്ഷേ കേരളം മനസ്സിലാക്കണം എവിടെ സ്ഥിതി. ഈ മനസ്സിലാക്കൽ വളരെ പ്രധാനമാണ്. കാരണം ചില നടപടികൾ എടുക്കുമ്പോൾ ഇതാണ് സ്ഥിതിവിശേഷം, ഇതെല്ലാം മലയാളിയും മനസ്സിലാവും. ഐ ഡോണ്ട് വാണ്ട് ടു മേക്ക് എ അസസ്മെൻറ്റ്. ബട്ട് വളരെയധികം സാധർമ്യമുണ്ട്. അന്ന് നമ്മൾ ഒരു 2 പതിറ്റാണ്ടായിട്ട് കേരളം അല്ല 12 പതിറ്റല്ല 85 ഓൺവേഴ്സ് അപ്പോൾ ഒരു 15 വർഷക്കാലം കേരളം സ്ലിപ്പ് ചെയ്തു ഫിനാൻഷ്യലി. അതിങ്ങനെ എല്ലാ സർക്കാരിൻ്റെ ഭാഗത്ത് അത് അഗ്രവേറ്റ് ചെയ്തൊരു പൊട്ടിത്തെറിയിലേക്ക് എന്നാണ്. അന്ന് എല്ലാ സംസ്ഥാനത്തും ഇതുപോലെ സ്ഥിതിവിശേഷമുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടി. ആൻഡ് കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാം ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരുന്നു. ആൻഡ് ജസ്റ്റ് യുസറസ് റേറ്റ് 12%. ആൻഡ് ഇത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെയും കടക്കണിയിലായി. കേരളത്തിൽ കുളമായി. അതായിരുന്നു അന്നത്തെ സിറ്റുവേഷൻ. ഇന്നത്തേക്ക് വരുമ്പോഴോ ഇത് കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഉള്ള ഡീജനറേഷനാണ്. ഉണ്ടായിക്കൊണ്ടിരുന്ന ട്രെൻഡ് എന്നുള്ള വ്യതിയാനമാണ് ഒന്നാമത്തെ വ്യത്യാസം. രണ്ടാമത്തെ വ്യത്യാസം, കേന്ദ്ര നേരത്തെ പോലെയല്ല. 25% പെർ ആനം കേന്ദ്ര ധനസഹായം വർദ്ധിച്ചത് കഴിഞ്ഞ 5 വർഷക്കാലം. 25%. ധനകാര്യ കമ്മീഷന്റെ തീർപ്പ് വന്നുകൊണ്ടാണ്, പിന്നെ CSS ഫണ്ടുകൾ ഇതുവഴി റൂട്ട് ചെയ്യാൻ തീരുമാനിച്ചുകൊണ്ടാണ്. ബട്ട് നോബഡി ക്യാൻ ഫോൾട്ട് സെൻട്രൽ ഗവൺമെൻറ്. കാരണം ഫിനാൻസ് കമ്മീഷൻ നമുക്ക് ആദ്യമായിട്ട് ആഫ്റ്റർ 30 years ഐ തിങ്ക് ഡെഫിസിറ്റ് ഗ്രാൻഡ് ഇവർക്ക് ഭയങ്കര കമ്മിയാണ്, അതുകൊണ്ട് കുറച്ച് ധനസഹായം കൊടുത്തേക്കാം തീരുമാനിച്ചു. അപ്പോൾ അന്നത്തെ പോലെ കേന്ദ്രത്തെ ഇന്ന് പറയാൻ പറ്റത്തില്ല. അതർവൈസ് സിറ്റുവേഷൻ പഴയതുപോലെ തന്നെയാണ്. ഇന്നിപ്പോൾ ഒരു പെയിൻഫുൾ ആയിരിക്കും അഡ്ജസ്റ്റ്മെൻറ്റ്.
ഈ അടുത്തൊരു വർഷക്കാലം പേയ്മെൻറ്റ് ഡിലേ വരും, നമ്മൾ അത് വേണ്ടെന്ന് വെച്ച് ഇത് കൊടുക്കും. ഇങ്ങനെയൊക്കെ നമുക്ക് തട്ടിയും മുട്ടിയും പോകാൻ പറ്റത്തുള്ളൂ. ഒരു 2 വർഷം 3 വർഷം കൊണ്ട് നമുക്ക് സാധാരണ നിലയിലേക്ക് വരാം. പക്ഷെ ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട ഭാഗം, ഇങ്ങനെയാണ് നമ്മുടെ വെയ്സ് ആൻഡ് മീൻസ് പൊസിഷൻ എങ്കിലും കേരളത്തിലെ ഇൻവെസ്റ്റ്മെൻറ്റിൽ വലിയൊരു ബൂസ്റ്റ് ഉള്ള പണം ഉപയോഗിച്ച് ലിവറേജ് ചെയ്ത് നടക്കും. Oh, if it's a unsaid assumption, ഈ വർഷവും അടുത്ത വർഷവും 25 നമ്മൾ ഇങ്ങനെയെല്ലാം വർദ്ധിപ്പിക്കുക, അത് കഴിഞ്ഞാൽ GST 25 നിലനിർത്തും 2 വർഷം. അതാണ് കേരളത്തെ ഇൻഫാക്റ്റ് ഈ പേഴ്സൺസിൽ നിന്ന് കരകയറ്റാൻ നമ്മളെ സഹായിക്കാൻ പോണ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെഷർ. GST 2 രീതിയിൽ കേരളത്തിൻ്റെ റവന്യൂ വർദ്ധിപ്പിക്കും. ഒന്ന്, കേരള സർവീസ് ഡോമിനേറ്റഡ് ആണ്, സർവീസ് ടാക്സിൻ്റെ വിഹിതം കേരളത്തിന് കിട്ടും. 2, നമ്മൾ കൺസംഷൻ സ്റ്റേറ്റാണ്. ഇത് പ്രകാരം പ്രൊഡ്യൂസർ സ്റ്റേറ്റിനല്ല നികുതി കിട്ടുക, കൺസ്യൂമർ സ്റ്റേറ്റിനാണ്. അപ്പോൾ എന്തുകൊണ്ട് തമിഴ്നാട് തീർക്കണമെന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ ഇതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. മെനി സംസ്ഥാനങ്ങൾക്ക് റിസർവേഷൻ ഉള്ളത്. നമ്മൾ ഈ 2 കൗണ്ടിലും നമുക്ക് നേട്ടമാണ്. സോ ഈ വർഷവും അടുത്ത വർഷവും UDF സിറ്റിയിൽ നിന്ന് നമുക്ക് റേറ്റ് കൂട്ടണം. അപ്പോഴത്തേക്കും GST ടിക്കും ചെയ്യും. ദാറ്റ് വിൽ റിസോൾവ് ദി ഫിസ്ക്കൽ ക്രൈസിസ്. ബൈ ഇയർ 5 we will bring down the RD to credible levels. കേട്ടോ എൻജോയ്. ചില അൺപ്ലസൻറ്റ് കാര്യങ്ങൾ എനിക്ക് ഇപ്പം ഇരുന്നിട്ട് അന്നത്തെ ആരോപണമൊന്നും ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മീൻ വെരി ഫ്രാങ്ക്. ബട്ട് നിങ്ങൾ എല്ലാ ബഡ്ജറ്റിലും അവതരിപ്പിക്കുമ്പോൾ വലിയ നികുതി പ്രഖ്യാപിക്കുക, അത് കഴിഞ്ഞിട്ട് എല്ലാം പിൻവലിക്കുക. അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്. 2, ഈ കൺസെഷൻസ് പലതും വളരെ സസ്പെക്റ്റാണ്. ഒരൊറ്റ ഉദാഹരണം പറയാം. 10 സെൻറ്റുകാരൻ പാർട്ടീഷൻ ചെയ്താലും ഡീഡ് രജിസ്റ്റർ ചെയ്യാൻ 1000 കൊടുത്താൽ മതി. 100 ഏക്കറുകാരൻ പാർട്ടീഷൻ ചെയ്താലും 1000 രൂപ കൊടുത്താൽ മതി. എന്ത് അസംബന്ധമാണ്! UDFനല്ലാതെ വേറെ ആർക്കെങ്കിലും ചെയ്യാൻ തോന്നും. 1, ദിസ് ഈസ് ദി മോസ്റ്റ് ഈക്വിറ്റബിൾ ടാക്സ്. എന്തുകൊണ്ടാണ്? കേരളത്തിൽ വലിയ ക്യാപിറ്റൽ ഗെയിൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗം സർക്കാർ രജിസ്ട്രേഷൻ വഴി എടുക്കണമെന്ന് കരുതി വെച്ചാൽ മതി. വിൻഫോൾ ഗെയിൻസ് അല്ലേ ഭൂവുടമസ്ഥ കിട്ടിക്കൊണ്ടിരിക്കുന്നത്? കാരണം ഭൂമിയുടെ വില അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൽ നിന്നൊരു ചെറിയ ശതമാനം 5-6% യു ആർ ടേക്കിങ്, അത്രയല്ലേ ഉള്ളൂ. നൗ അതുകൊണ്ട് ഞാൻ പറയാം, ഏറ്റവും ന്യായമായിട്ടുള്ള ടാക്സ് ആണ് ക്യാപിറ്റൽ ഗെയിൻസ്. പണ്ടൊക്കെ പഠിപ്പിക്കുമായിരുന്നു, ഇറിഗേഷൻ വന്നാൽ വില കൂടുമ്പോൾ അതിന് ടാക്സ് ചുമത്തണം. ഡോക്ടർ രാജൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിരുന്ന കാര്യമുണ്ട്. ഇപ്പോൾ അത് കേരളം മുഴുവൻ അതുപോലെയാണ്. ഇറിഗേഷൻ പ്രൊജക്റ്റ് വന്ന പോലെയാണ്. ലാൻഡ് പ്രൈസ് ആർ ഗോയിങ് അപ്പ്. അപ്പോഴാണ് ഈ പണി ചെയ്യുന്നത്. ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത്? ഇതുപോലെ പലതിലുണ്ട്. ബട്ട് ഇനിയിപ്പോൾ ഇതൊക്കെ പോസ്റ്റ്മോർട്ടം ചെയ്തിരിക്കാനല്ല താല്പര്യം. ലുക്കിംഗ് ഫോർവേഡ് എന്താ ചെയ്യാനെന്നുള്ളത്. അതുകൊണ്ട് ഇനിയിപ്പോൾ പഴയ കാലത്തെക്കുറിച്ച് നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇത് പറഞ്ഞതാണ്. ഇതൊന്നും ഇല്ല, എല്ലാം ഭദ്രമാണെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്. ഇതും കെട്ടിപ്പിടിച്ചതും പറഞ്ഞുകൊണ്ടിരിക്കാനല്ല പോണത്. വി ആർ ഗോയിങ് ടു ലുക്ക് ഫോർവേഡ്. No, I am very sorry about it. This present finance secretary was not presiding over those budgets. In fact, in the last budget, അതാണ് എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. Everything is coming down. RD coming down, revenue BE relationship going up, coming back to normalcy.
Now it's an unnatural romancy ആണെന്ന് മാത്രമേ ഉള്ളൂ. Fictitious in the sense you expenditure മാറ്റുന്നു. In fact, I have full admiration for the very extraordinary measures made. ഉദാഹരണത്തിന് ക്യൂ 2001 ഈ പ്രശ്നം വന്നപ്പോൾ പൊട്ടിത്തെറിയായിരുന്നു, ബഹളമായിരുന്നു. Now we have got a electronic ledger account, you have got electronic lamps, queuകൾ പറ്റത് മനസ്സ്, it's automatically going. And now you have got a bill discounting system. ഇതൊന്നും റിയാലിറ്റിയെ മാറ്റുന്നില്ല, but you managed it. See, you have to manage your treasury. The politician മനസ്സിലാവുന്നുണ്ടാവില്ല, but ഓഫീസർ ഇൻ പൊസിഷൻ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയാണ്. ദൗർഭാഗ്യവശാല് ഇപ്പോഴും എല്ലാം ഭദ്രം എന്ന് പറഞ്ഞു നടക്കില്ലേ നേക്കന്മാരെന്നത്തെ ഉള്ളവർ. സോ ഇത് കൊളാപ്സിലേക്ക് പോകാതെ രക്ഷിച്ചത് ഒരു വലിയൊരു അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള കഴിവാണെന്നുള്ള രീതിയിലേക്ക്. സോ ആ ചോദ്യം വളരെ പ്രസക്തമാണ്. ഈ ഫഡ്ജിച്ചാൽ വിത്തിൻ ദ ലീഗൽ റൂൾസ് ആണ്. സി, നിങ്ങൾ 2000 കോടി രൂപ, ഐ സ്പീക്കിംഗ് ഓൺ 2009-10 ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് 2000 crores ആണ് റവന്യൂ ഡെഫിസിറ്റ്. നൗ ഇയർ എൻഡ് കംസ്, ഡാറ്റ ഈസ് ദർ. 10%, 15-20% നികുതി വരുമാനം കൂടുന്നില്ല, 10% കൂടുന്നുള്ളൂ. റവന്യൂ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. സോ എവരിബഡി നോസ് ദാറ്റ് റവന്യൂ ഡെഫിസിറ്റ് വിൽ ബി ഹയർ. പറയുന്നില്ല, 3000 കൊണ്ട് ആക്കി വെച്ച് നിർത്തുകയാണ്. ആക്ച്വൽ ഫിഗർ കംസ് റെക്കോർഡ് 12,000 crores or something. Now this is they are fudging in the world, but he was not the secretary. So it's an unfortunate question. See, എന്ത് ചെയ്യാൻ പറ്റും? You allow the government to, the finance to collapse. The same officer will perform the same duty under me. But since I understand ഇതെന്താ നടക്കുന്ന അറിഞ്ഞുകൊണ്ട് I will understand his action. It is a great service to Kerala. Just imagine, ഇത് കൊളാപ്സ് ചെയ്ത് ട്രഷറി പൂട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കേരളം. അരാജകത്വമില്ല എന്ന്. അരാജകത്വം വെച്ചാൽ ഭാവി സർക്കാരിന് പ്രശ്നമെന്ന് റിയലി. കാരണം വെച്ചാൽ ഇവിടെ എൻജോയ് ചോദിച്ചാലോ എന്ത് ക്രെഡിബിലിറ്റി പിന്നെ ഉണ്ട് ഈ കേരള ഗവൺമെൻറ്. സോ ഇറ്റ് വാസ് ട്രഷറി മാനേജ്മെൻറ്റ്. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ അത് തന്നെ ഉപയോഗിക്കണേ, നിലനിൽക്കട്ടെ. സംശയം എന്താ? ഓൾ ദീസ് ക്യൂസ് വിൽ ബി ഇൻ പൊസിഷൻ. ഞാൻ എൻ്റെ നോട്ട് എഴുതിയിട്ടുണ്ട്, ഒന്നും മാറത്തില്ല. അടുത്ത വർഷമൊക്കെ ആകുമ്പോൾ മാറത്തുള്ളൂ. ഇന്നിപ്പോൾ വേറെ നിർവാഹമൊന്നുമില്ല, മരുന്നൊക്കെ കൊടുക്കാൻ പറ്റും. See, for example, മുഖ്യമന്ത്രി ജനസമ്പർക്ക പരിപാടി 800 കോടി രൂപ പോണത്. പ്ലാനില്ല പുതിയ മെഡിക്കൽ കോളേജ് മുഴുവനും. അപ്പോൾ സാലറി ഇൻട്രസ്റ്റ് പെൻഷൻ അല്ലത്, അവിടെ നിന്ന് എടുത്തിട്ടുള്ളതല്ല. ഈ വർഷം ചിലവാക്കുമ്പോൾ ഈ വർഷം അപ്പോയിൻ്റ് ചെയ്യുമ്പോൾ പുതുതായിട്ട് വരുന്നതാണ്. ഇങ്ങനെ എന്തെല്ലാം തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. ക്യാബിനറ്റ് നോട്ട് ഫിനാൻസ് പ്രോസസ്സ് ചെയ്യണം, അവിടുത്തെ അംഗീകാരം ഇതൊന്നുമില്ലല്ലോ. എല്ലാം ഓയല്ലേ, ഔട്ട്സൈഡ് അജണ്ട. ക്യാബിനറ്റിൽ കൊണ്ടുപോകുന്നു, എല്ലാവരും കൂടി പാസ്സാക്കുന്നു, അതിൽ കുറച്ച് നടപ്പാവുന്നു, കുറച്ച് ഫിനാൻസ് എടുത്ത് മാറ്റി വെക്കുന്നു. എന്ത് തരം ഭരണം നടക്കുന്നത്? അതാണ് അതിൻ്റെ പ്രശ്നം. നേരത്തെ അങ്ങനെയല്ല. പ്ലാൻ ഈസ് സാക്രോസൈൻഡ്, ബഡ്ജറ്റ് ഈസ് സാക്രോസൈൻഡ്. ബഡ്ജറ്റ് ഇല്ലെങ്കിൽ ചെറിയ തർക്കമല്ല, വലിയ തർക്കത്തിൽ ആർക്കെങ്കിലും ഓയ കൊണ്ടുവന്ന് പാസ്സാക്കാൻ പറ്റില്ല. ഇറ്റ് മസ്റ്റ് ബി പ്രോസസ്ഡ് ഓൺ ഫയൽ ഇൻ ഫിനാൻസ്.
ആൻഡ് ഫിനാൻസ് പാസ്സാക്കിയാലും ഒബ്ജക്റ്റ് ചെയ്താൽ വീണ്ടും കൊണ്ടുപോകണം. ഇതെല്ലാം എന്ത് വന്നാലും ഏത് തീരുമാനവും ഒരു 6-7 മാസം പ്രോസസ്സിങ് കഴിഞ്ഞേ വരുള്ളൂ. ഇതൊരു വെള്ളക്കള്ളാസിൽ OA എന്ന് എഴുതി കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് മ്യൂസിയം എടുത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട തീരുമാനം OA ഇനിയില്ല. ഈ ക്യാബിനറ്റിന് മുമ്പിൽ ഒരു OAയും വന്നിട്ടില്ല ഇതുവരെ. ലോക്കൽ ഗവൺമെന്റ് അന്നുണ്ടാക്കിയ മെഷേഴ്സ് ഒന്നും പിരിച്ചില്ലെങ്കിലും അവിടെ കിടപ്പുണ്ട്. ഐ ആം നോട്ട് റിമൂവിങ് എനി വൺ ഓഫ് ദം. 12% നികുതി 14% ആക്കി. നൗ ഐ എം ഗോയിങ് ടു കളക്ട് അറ്റ് 14.5%. ഓക്കെ, താങ്ക് യു. യെസ്, സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം, അതിലെ വ്യക്തമായ കാരണങ്ങൾ, നിലവിലെ സാമ്പത്തിക സ്ഥിതിയുടെ യാഥാർത്ഥ്യങ്ങളൊക്കെയും വിശദീകരിക്കുകയായിരുന്നു ധനമന്ത്രി